ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാഹന വാർത്തകളെക്കുറിച്ചാണ്. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ എമർജിംഗ് സെഗ്മെന്റാണ് സബ് 4 മീറ്റർ SUV സെഗ്മെന്റ്. ഫോക്സ് വാഗൺ സ്കോഡയുടെ ഇന്ത്യ 2.5 സ്ട്രാറ്റജിയുടെ ഭാഗമായി സ്കോഡ കൈലാക്ക് എന്ന സബ് 4 മീറ്റർ SUV നവംബർ 6-ന് സ്കോഡ ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. സ്കോഡ കുഷാക്, സ്ലാവിയ, ഫോക്സ് വാഗൺ വിർട്ടസ്, ടൈഗൂൺ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള MQB A0iN എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരാൻ പോകുന്ന കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും കൈലാക്കിന് സ്കോഡ നൽകുക. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ 114 HP 178 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ എന്നിങ്ങനെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനായിരിക്കും കൈലാക്കിന് സ്കോഡ നൽകുക. സ്കോഡയുടെ ഏറ്റവും പുതിയ മോഡേൺ സോളിഡ് ഡിസൈൻ ലാംഗ്വേജിലാണ് കൈലാക്ക് നിർമ്മിച്ചിട്ടുള്ളത്. സ്കോഡയുടെ കുഷാക്കിന് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയായിരിക്കും കൈലാക്കിനും. സ്കോഡ സിഗ്നേച്ചർ ഗ്രിൽ, LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, LED DRL, 16 ഇഞ്ച് അലോയ് വീൽ, സൈഡ് ബോഡി ക്ലാഡിംഗ്, സൺറൂഫ് എന്നിവയും കൈലാക്കിലുണ്ടാകും. സ്കോഡ കൈലാക്ക് പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് കിയ സോണറ്റ്, ഹ്യുണ്ടൈ വെന്യൂ, നിസാൻ മാഗ്നൈറ്റ്, ടാറ്റ നെക്സോൺ, മഹീന്ദ്ര 3XO എന്നീ മോഡലുകളുമായിട്ടാണ്. 2024 ഓഗസ്റ്റ് 15-നാണ് താറിൻ്റെ 5 ഡോർ വെർഷനായ താർ റോക്സിനെ മഹീന്ദ്ര ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. റിയൽ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ പ്രൈസ് മാത്രമായിരുന്നു മഹീന്ദ്ര അന്ന് പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താർ റോക്സിന്റെ 4 വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ പ്രൈസ് കൂടി മഹീന്ദ്ര ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുണ്ട്. 18,79,000 മുതൽ 22,49,000 വരെയാണ് താർ റോക്സിന്റെ 4 വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ എക്സ്ഷോറൂം വില. 12,99,000 മുതലാണ് താർ റോക്സിന്റെ റിയൽ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് താർ റോക്സിന്റെ 4 വീൽ ഡ്രൈവ് വേരിയന്റുകൾക്ക് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. MX-5, AX5L, AX7L എന്നിങ്ങനെ 3 വേരിയന്റുകളിലാണ് 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. 4 വീൽ ഡ്രൈവ് വേരിയന്റ് വൈസ് വില നോക്കുകയാണെങ്കിൽ MX-5 മാനുവൽ ട്രാൻസ്മിഷന് 18.79 ലക്ഷവും AX5L ഓട്ടോമാറ്റിക്കിന് 20.99 ലക്ഷമാണ്. AX7L മാനുവൽ ട്രാൻസ്മിഷന് 20.99 ലക്ഷവും ഓട്ടോമാറ്റിക് വേരിയന്റിന് 22.49 ലക്ഷവുമാണ്. 2 ലിറ്റർ എം സ്റ്റാലിയൻ ടർബോ പെട്രോൾ എഞ്ചിൻ 160 HP 330 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ എന്നിങ്ങനെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് പെട്രോൾ എഞ്ചിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത്. 2.2 ലിറ്റർ ടർബോ ചാർജർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ 172 HP 370 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും ഈ ഡീസൽ എഞ്ചിൻ ലഭിക്കും. ടർബോ പെട്രോൾ എഞ്ചിന് 12.4 km/ലിറ്ററും ഡീസൽ എഞ്ചിന് 15.2 km/ലിറ്ററുമാണ് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ്. MG ആസ്റ്ററിന്റെ ഹൈബ്രിഡ് മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലല്ല, സ്പെയിനിലും യൂറോപ്യൻ മാർക്കറ്റിലുമാണ് ആസ്റ്ററിന്റെ ഹൈബ്രിഡ് മോഡലിനെ MG ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും കമ്പൈൻ ചെയ്തുകൊണ്ട് 192 HP 465 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8.7 സെക്കൻഡുകളാണ് 0 to 100 വേഗത കൈവരിക്കാൻ ആസ്റ്റർ ഹൈബ്രിഡിന് വേണ്ട സമയം. മൾട്ടിപ്പിൾ എയർ ബാഗ്, ഓട്ടോ ഹെഡ്ലാമ്പ്, ഓട്ടോ റെയിൻ സെൻസിംഗ് വൈപ്പർ, 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 7 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, കീലെസ് എൻട്രി എന്നിവയും ഏറ്റവും പുതിയ ആസ്റ്റർ ഹൈബ്രിഡിൽ ഉണ്ടാകും. 2025-ൽ തന്നെ ആസ്റ്റർ ഹൈബ്രിഡ് ഇന്ത്യയിലും എത്തും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നിസാൻ മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്ടോബർ 4-ന് ഇന്ത്യൻ വിപണിയിലെത്തുകയാണ്. 2020-ലാണ് സബ് 4 മീറ്റർ SUV സെഗ്മെന്റിലേക്ക് നിസാൻ മാഗ്നൈറ്റ് എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ 1.5 ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിൽക്കാനും 30,000-ന് മുകളിൽ യൂണിറ്റുകൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും നിസാന് സാധിച്ചു. നിസാന്റെ ഇന്ത്യയിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് മാഗ്നൈറ്റ്, എക്സ്ട്രെയിൽ എന്നിങ്ങനെ 2 മോഡലുകൾ മാത്രമാണ് നിസാൻ ഇന്ത്യയിലുള്ളത്. ന്യൂ ഡിസൈനിലുള്ള ഗ്രില്ലും ടെയിൽ ലാമ്പും അപ്ഡേറ്റഡ് ഫ്രണ്ട് ഗ്രില്ലും സിംഗിൾ പെയിൻ സൺറൂഫ് എന്നിവയും ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിന്റെ പ്രത്യേകതകളാണ്. 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ABS വിത്ത് EBD, TPMS, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ, റിയർ പാർക്കിംഗ് സെൻസർ, റിയർ വ്യൂ ക്യാമറ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിലുണ്ടാകും. 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 71 HP 96 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് AMDയിലും ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ലഭിക്കും. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ 100 HP 160 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 5 സ്പീഡ് CVT എന്നിങ്ങനെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ടർബോ പെട്രോൾ എഞ്ചിന് നിസാൻ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് കോമ്പാക്ട് SUV സെഗ്മെന്റിലേക്ക് എലിവേറ്റ് എന്ന മോഡലിനെ ഹോണ്ട ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഫെസ്റ്റീവ് സീസണോടനുബന്ധിച്ച് കുറച്ച് കോസ്മെറ്റിക് ടച്ചപ്പ് നൽകി എലിവേറ്റിന്റെ സ്പെഷ്യൽ എഡിഷനായ അപ്പെക്സ് എഡിഷൻ ഹോണ്ട ഇന്ത്യയിൽ അവതരിപ്പിച്ചു. SV, V, VX, ZS എന്നിങ്ങനെ 4 വേരിയന്റുകളാണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിരിക്കുന്നത്. VX എന്നീ വേരിയന്റുകളിൽ മാത്രമാണ് അപ്പെക്സ് എഡിഷൻ ലഭിക്കുക. മാനുവൽ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും എലിവേറ്റിന്റെ അപ്പെക്സ് എഡിഷൻ ലഭിക്കും. എലിവേറ്റ് അപ്പെക്സ് എഡിഷന്റെ വേരിയന്റ് വൈസ് വില നോക്കുകയാണെങ്കിൽ V വേരിയന്റിന്റെ മാനുവൽ ട്രാൻസ്മിഷന് 12.71 ലക്ഷവും CVT വേരിയന്റിന് 13.71 ലക്ഷവുമാണ് എക്സ്ഷോറൂം വില.
VX വേരിയന്റിന്റെ CVT ട്രാൻസ്മിഷന് 15.10 ലക്ഷവും. എഞ്ചിൻ ഓപ്ഷനിൽ മാറ്റങ്ങളൊന്നും തന്നെ ഹോണ്ട നൽകിയിട്ടില്ല. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 119 HP 145 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് എലിവേറ്റിന് കുറച്ച് കോസ്മെറ്റിക് മാറ്റങ്ങൾ മാത്രമാണ് അപ്പെക്സ് എഡിഷനിലൂടെ ഹോണ്ട നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ടോൺ ഇന്റീരിയർ, ആംബിയൻ ലൈറ്റിംഗ് വിത്ത് 7 കളർ എന്നിവ അപ്പെക്സ് എഡിഷന്റെ പ്രത്യേകതകളാണ്. സ്റ്റൈലിഷ് ഡിസൈനും സ്പേഷ്യസ് ഇന്റീരിയറും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുമാണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിട്ടുള്ളത്. 10.25 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 7 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജർ, ക്രൂയിസ് കൺട്രോൾ, അഡാസ് എന്നിവയും ഹോണ്ട എലിവേറ്റിന്റെ പ്രത്യേകതകളാണ്. 7 കളർ റിതമിക് ആംബിയൻ ലൈറ്റ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഓവറോൾ ക്യാബിൻ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കന്റ്ലി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. എലിവേറ്റിന്റെ V വേരിയന്റിൽ അലക്സ സപ്പോർട്ട് ചെയ്യുന്ന 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയും നൽകിയിരിക്കുന്നു. മികച്ച 4 സ്പീക്കർ സൗണ്ട് സിസ്റ്റവും CVT വേരിയന്റുകളിൽ 7 സ്പീഡ് പാഡിൽ ഷിഫ്റ്റേഴ്സും നൽകിയിട്ടുണ്ട്. 10 എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻസ് ആണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിരിക്കുന്നത്. 6 എയർ ബാഗ്, ABS, EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, റിയർ പാർക്കിംഗ് ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസർ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ് എന്നിവയും ഹോണ്ട എലിവേറ്റിൽ നൽകിയിട്ടുണ്ട്. കൊളീഷൻ മെറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റവും അഡാസിന്റെ ഭാഗമായി എലിവേറ്റിന് ഹോണ്ട നൽകിയിരിക്കുന്നു. എലിവേറ്റിന്റെ VX വേരിയന്റിൽ അഡീഷണലായി ഹോണ്ട നൽകിയിരിക്കുന്നത് 1 ടച്ച് ഇലക്ട്രിക് സൺറൂഫ്, 17 ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ, വയർലെസ് ചാർജർ, ലെയിൻ വാച്ച് ക്യാമറ എന്നിവയാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് SUV ആണ് നെക്സോൺ.EV. ഇപ്പോൾ ഏറ്റവും പുതിയ മാറ്റങ്ങളുമായി അപ്ഡേറ്റഡ് നെക്സോൺ.EVയെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുകയാണ്. എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ന്യൂ സ്റ്റൈലിംഗ് എലമെന്റ്സും പുതിയ ബാറ്ററി പാക്കും മികച്ച റേഞ്ചുമായാണ് അപ്ഡേറ്റഡ് നെക്സോൺ.EVയെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്ഡേറ്റഡ് നെക്സോൺ.EVയുടെ എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത് 13,99,000 രൂപ മുതലാണ്. ഒരു വർഷം മുമ്പാണ് ഫേസ് ലിഫ്റ്റഡ് നെക്സോൺ.EVയെ ടാറ്റ അവതരിപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ബാറ്ററി പാക്കും മികച്ച റേഞ്ചും നൽകുന്ന അപ്ഡേറ്റഡ് നെക്സോൺ.EV എത്തിയിരിക്കുന്നത്. 45 കിലോവാട്ട് ബാറ്ററി പാക്കാണ് അപ്ഡേറ്റഡ് നെക്സോൺ.EVക്ക് ടാറ്റ നൽകിയിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് 40 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന മോഡലിനേക്കാളും 70,000 രൂപ കൂടുതലാണ് അപ്ഡേറ്റഡ് നെക്സോൺ.EVക്ക്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ലും LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റും LED കണക്റ്റിംഗ് DRLും നെക്സോൺ.EVയിൽ കാണാൻ കഴിയുന്നു. ഹുഡിലും സൈഡിലും വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത്. എയർ ഡ്രാഗ് റെഡ്യൂസ് ചെയ്യുന്ന എയറോഡൈനാമിക് ഷേപ്പിലുള്ള 16 ഇഞ്ച് അലോയ് വീലുകളാണ് നെക്സോൺ.EVയെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് ക്വാർട്ടറിലായിട്ടാണ് നെക്സോൺ.EVക്ക് ചാർജിംഗ് പോർട്ട് ടാറ്റ നൽകിയിട്ടുള്ളത്. കൺവെൻഷണൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും കണക്റ്റിംഗ് LED ടെയിൽ ലൈറ്റിൽ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും നൽകിയിരിക്കുന്നു. നെക്സോൺ.EVയിൽ വരുന്ന 45 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കിന് 489 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. ക്രിയേറ്റീവ്, ഫിയർലെസ്, എംപവേർഡ് പ്ലസ് എന്നിങ്ങനെ 4 വേരിയന്റുകളാണ് നെക്സോൺ.EVക്ക് ടാറ്റ നൽകിയിരിക്കുന്നത്. നെക്സോൺ.EVയുടെ വേരിയന്റ് വൈസ് വില നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവിന് 13,99,000, ഫിയർലെസ്സിന് 14,99,000, എംപവേർഡിന് 15,99,000, ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള എംപവേർഡ് പ്ലസിന് 16,99,000 രൂപയുമാണ് എക്സ്ഷോറൂം വില. പനോറമിക് സൺറൂഫ്, വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ, വയർലെസ് ഫോൺ ചാർജർ എന്നിവയും നെക്സോൺ.EVയുടെ പ്രത്യേകതകളാണ്. 2 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലിൽ ഇലുമിനേറ്റഡ് ഫംഗ്ഷനിലുള്ള ടാറ്റ ലോഗോയും ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റും നൽകിയിട്ടുണ്ട്.